നമസ്കാരം. കൃഷ്ണാരിമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നും ശ്രീ ഗുരുവായൂരപ്പന്റെ ദിവ്യ കാരുണ്യം കൊണ്ട് നമുക്ക് എല്ലാവർക്കും ഈ സത്സംഗത്തിലൂടെ ഒന്നിച്ചു ചേരാൻ സാധിച്ചിരിക്കുകയാണ്. ഓടക്കുഴലൂതി നിൽക്കുന്ന പൊന്നുണ്ണികൃഷ്ണന്റെ പാദത്തിൽ അനന്തകോടി നമസ്കാരം പറയുന്നു. ഒപ്പം കൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി, ഹരികൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി. ഇന്നലെ പനിയായിരുന്നു. പനിയല്ല, സൗണ്ട് തീരെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഇന്നലത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ടി വന്നത്. ഇന്നും സൗണ്ടിന് ചെറിയൊരു മാറ്റമുണ്ട്. മഞ്ഞൊക്കെ അല്ലേ, അപ്പം അതിൻ്റെ ആയിരിക്കും. മാറാൻ ടൈം എടുക്കുന്നുണ്ടായിരിക്കും. എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങളും പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ചോദ്യം നോക്കാം അല്ലേ. മനു വി കെ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട്, സവിതാനാമം എഴുതുമ്പോൾ എന്നും എഴുതാൻ പറ്റിയില്ല, ഒരു ഗ്യാപ്പ് വന്നു, ഇനി അത് തുടരാൻ പറ്റില്ലേ? ഏകദേശം 20 ദിവസമൊക്കെ ആയി, ഇനി എന്താ ചെയ്യാമെന്നൊന്ന് പറയുമെന്ന്. തീർച്ചയായിട്ടും തുടരാൻ പറ്റും. 20 ദിവസമൊന്നും ഗ്യാപ്പ് എടുക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷെ മനുഷ്യനല്ലേ, ഒരുപാട് മാനസിക തലത്തിലൂടെ കടന്നു പോകും. ചിലപ്പോൾ നമുക്കിതിനൊന്നും തോന്നില്ല. അതിനെ മടി എന്ന് പറഞ്ഞ് വിളിക്കുന്നവരുണ്ട്. ചിലപ്പോൾ മ്യൂഡ് സിംഗ് എന്ന് പറഞ്ഞിട്ടോ മെൻ്റൽ ഡിസബിലിറ്റി എന്ന് പറഞ്ഞിട്ടൊക്കെ വിളിക്കുന്നവരുണ്ട്. നമ്മൾ ഓരോരുത്തരും ഓരോ പേര് കൊടുക്കുന്നതേ ഉള്ളൂ. പക്ഷെ എല്ലാ ദിവസവും ഒരേപോലെ പോവില്ല എന്നുള്ളത് സത്യം തന്നെയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ നിർബന്ധമൊന്നുമില്ല കേട്ടോ. എല്ലാ ദിവസവും എഴുതാൻ ശ്രമിക്കുക. ഈ നിത്യതയ്ക്ക് ഒരു പ്രാധാന്യം എന്തായാലും ഉണ്ട്. നിത്യതേനെയാണ് ഉപാസന എന്ന് പറയുക. എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി, അതിനെയാണ് നമ്മൾ ഉപാസന എന്ന് പറയുന്നത്. അപ്പോൾ ആ നിത്യതയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഗുരുവായൂരപ്പന് ഒരു ഇത്തിരി ഇഷ്ടം നിത്യമായിട്ടൊരു കാര്യം ചെയ്യുന്ന ആൾക്കാരോട് ഉണ്ടാവും തന്നെയാണ്. എന്നാലും ഇൻ ബിറ്റ്വീൻ മുടങ്ങിയാലും അത് തിരിച്ചു പിടിക്കാൻ നമ്മൾ എത്രയും പെട്ടെന്ന് ശ്രമിക്കേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നാറുള്ളത് കേട്ടോ. അപ്പം എന്തായാലും നിർത്തണ്ട, വീണ്ടും എഴുതി തുടങ്ങിക്കോളൂ. അജിത എം ജി എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത്, മോളുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നല്ലോണം ഉറവാണ്. പിന്നെ ഞാൻ ചോദിക്കാൻ വരുന്ന ചോദ്യങ്ങൾ വേറെ ആരെങ്കിലും ചോദിച്ചിരിക്കും, അപ്പോൾ ഞാൻ ചോദിക്കാറില്ല. പിന്നെ എനിക്ക് ഒരു കാര്യം അറിയേണ്ടത്, നെല്ലിക്ക കൊണ്ട് തുലാഭാരം ചെയ്യാൻ പറ്റുമോ, നമ്മൾ കൊണ്ടുവരണമോ ഒന്ന് പറഞ്ഞു തരുമോ എന്നാണ്. നമ്മൾ കൊണ്ടുപോകണം. നെല്ലിക്ക നമ്മൾ തന്നെ വാങ്ങിയിട്ട് ഏകദേശം നമ്മുടെ വെയിറ്റ് എത്രയാണെന്ന് നോക്കിയിട്ട് അത്രയും കിലോ നെല്ലിക്കയും കൊണ്ട് ചെന്നാലാണ് നെല്ലിക്ക കൊണ്ട് തുലാഭാരം. എനിക്കൊരിക്കൽ സാധിച്ചിട്ടുണ്ട് കേട്ടോ നെല്ലിക്ക കൊണ്ട് തുലാഭാരം തൂക്കാനായിട്ട്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ഭക്തജനങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എന്തിനു വേണ്ടിയിട്ടും ആവാം, നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഗുരുവായൂരപ്പനെ സമർപ്പിക്കാൻ തോന്നുന്നത് അത് ഇന്ന കാരണത്തിനൊന്നുമില്ല. കഴിഞ്ഞ ഉത്സവകാലത്ത് ആപ്പിൾ കൊണ്ട് പറ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉത്സവത്തിന് ഗ്രാമപ്രദക്ഷിണത്തിന് ഗുരുവായൂരപ്പൻ പുറത്തു വരുന്ന സമയത്ത് ആപ്പിൾ കൊണ്ട് പറ വെച്ചിരുന്നു. അപ്പം അതെന്തിനാന്ന് ചോദിച്ചപ്പോൾ അതെന്തോ കുഞ്ഞുണ്ടാവാനാണോ അതോ കുഞ്ഞിൻ്റെ അസുഖം മാറാനോ അങ്ങനെ എന്തോ ഒരു കാര്യത്തിന് ഒരു പാരൻസ് നേർന്നിരുന്നതാണ്. അപ്പോൾ അങ്ങനെ ഇന്നത് അങ്ങനെയൊന്നുമില്ല. ഗുരുവായൂരപ്പന് എന്താ വേണ്ടതെന്ന് നമ്മളോട് ചോദിക്കുന്നത് തോന്നാറുണ്ട് എനിക്ക്. നീ എനിക്ക് ഇന്നത് തന്നില്ലല്ലോ എന്ന് പറയാറുണ്ടെന്ന് തോന്നാറുണ്ട് എനിക്ക് ഇടയ്ക്ക് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ചില സന്ദർഭങ്ങളിൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും, ഓ ഇത് ഗുരുവായൂരപ്പനെ സമർപ്പിക്കാമല്ലോ എന്ന്. അപ്പോൾ എനിക്ക് തോന്നും ഭഗവാൻ ഇങ്ങനെ ചോദിക്കുന്നതായിട്ട്. അതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ്. ഇന്ന കാര്യത്തിന് ഇന്നത് അങ്ങനൊന്നുമില്ല. ഒരൗചിത്യം വെച്ചിട്ട് ഈ ഷുഗറിന് പഞ്ചസാര കൊടുക്കുന്ന പോലെ ഒരു ഔചിത്യം വെച്ചിട്ട് എന്താണോ വേണ്ടത് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ചാൽ കിട്ടാവുന്നതാണ് കേട്ടോ. അടുത്തതായിട്ട് ഇന്നലത്തെ വീഡിയോൻ്റെ താഴെ വന്ന കമൻറ്റാണ് ഞാൻ വായിക്കാം. ഇന്നലത്തെ ഇലമിനിയാവുന്നത് സതുക്കുട്ടി ഇന്നത്തെ ഹെയർ സ്റ്റൈലും ഡ്രസ്സും സൂപ്പറായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞങ്ങൾ കുറേ പേര് കമൻറ്റ് ഇടുന്നുണ്ടല്ലോ, സവിത ഇതെല്ലാം കണ്ടു എന്ന് ഞങ്ങൾക്ക് എങ്ങനെയാണ് അറിയാൻ പറ്റുക? കാണുന്നുണ്ട് എന്ന് അറിയുമ്പോഴല്ലേ സന്തോഷം. ചോദ്യത്തിന് ഉത്തരം മാത്രമല്ലേ പറയുന്നുള്ളൂ. ഇതിനൊരു പരിഹാരം കാണണം സതുക്കുട്ടി. കാഞ്ചന ദേവദാസ് എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത്. കാഞ്ചന ചേച്ചി, ഞാൻ എന്താ ചെയ്യുക? ഇതിനൊരു പരിഹാരം കാഞ്ചന ചേച്ചിയുടെ മനസ്സിൽ എന്താ തോന്നുന്നത്? നമുക്ക് 250 കുറയാതെ മെസ്സേജസ് വരുന്നുണ്ട്, എല്ലാ ദിവസവും കമൻസ് വരുന്നുണ്ട്. ഏറ്റവും ചുരുങ്ങിയതാട്ടോ ഞാൻ പറയുന്നത് 250, 400, 500 ഒക്കെ കമൻസ് വന്ന സമയമുണ്ട്. നോക്കൂ, കമൻസ് ഇടുമ്പോൾ വീഡിയോ ജനറേറ്റ് ആവും, കൂടുതൽ പേരിലേക്ക് എത്തും. എനിക്കത് നല്ല ഉപകാരമാണ്. അപ്പോൾ എന്ന് കരുതി ഞാൻ നിങ്ങളോട് കമൻറ്റ് ചെയ്യൂ കേട്ടോ എന്ന് പറയാൻ തയ്യാറല്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. കമൻറ്റ് ചെയ്യുന്നത് എന്തായാലും വീഡിയോയ്ക്ക് ഗുണകരമാണ്. ഈ 250 പേരുടെ മെസ്സേജൊക്കെ ഞാൻ എങ്ങനെയോ ഒരു ദിവസം വായിക്കുക, പേരൊക്കെ ഞാൻ എങ്ങനെയാണ് വായിക്കുക. അപ്പം നിങ്ങൾക്ക് തന്നെ ബോറടിക്കും. കാരണം അറിയേണ്ടത് നമുക്ക് ഗുരുവായൂരപ്പനെ കുറിച്ചല്ലേ.
അതിൽ നമ്മളുടെ പേരുകൾ ഇങ്ങനെ റിപ്പീറ്റായി വായിച്ചു കഴിഞ്ഞാൽ ആർക്കായാലും ബോറടിക്കില്ലേ? അപ്പോൾ അതിനെനിക്ക് എൻ്റെ കയ്യിലൊരു പരിഹാര മാർഗ്ഗമില്ല. ഇനി ഞാൻ കണ്ടോ ഇല്ലയോ എന്ന് അറിയുകയാണ് വേണ്ടതെങ്കിൽ ഞാൻ കാണുന്ന എല്ലാ കമൻസിനും ലൈക്ക് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം ലൈക്ക് ചെയ്തിട്ടുണ്ടോ, ലൈക്ക് ചെയ്ത ആളുടെ പേര് കാണാൻ പറ്റില്ല നിങ്ങൾക്ക്. അതും ഒരു കുറവാണ് യൂട്യൂബിൻ്റെ അല്ലേ. ആരാ ലൈക്ക് ചെയ്തതെന്നുള്ളത് കാണാൻ പറ്റിയാൽ മനസ്സിലാവുമായിരുന്നു. പക്ഷെ ഒരു ലൈക്ക് അതെൻ്റെ തന്നെയാണ് കേട്ടോ, എപ്പോഴും ഉണ്ടാവും. നിങ്ങൾ നോക്കിക്കോളൂ, 1 ലൈക്ക് എന്ന് പറഞ്ഞ് കാണുകയാണെങ്കിൽ അത് ഞാൻ കണ്ടു എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ കാണാറുണ്ട്. 24 ഹവേഴ്സാണ് ഞാൻ നോക്കാറുള്ളത്, അത് സത്യമാണ് കേട്ടോ. പിന്നെ ഞാനിങ്ങനെ ചോദ്യങ്ങൾ, എനിക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അത് എടുക്കുന്നതിനേക്കാൾ ഇഷ്ടം ഇതുപോലെ കുറേ പറയാനുള്ള എന്തെങ്കിലും ചോദ്യം എടുക്കാനാണ്. അപ്പം ഞാൻ ഇതിലൊന്നും കാണാനില്ലല്ലോ എന്ന് കരുതിയിട്ട് ഇങ്ങനെ പഴയ വീഡിയോ സെർച്ച് ചെയ്താലായി, അത്രേ ഉള്ളൂ കേട്ടോ. അതല്ലാതെ പഴയ വീഡിയോ തന്നെ ഞാനിങ്ങനെ നോക്കിയിരിക്കാറില്ല, അത് സത്യമാണ്. എല്ലാ ദിവസവും വീഡിയോ വരുമ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരെ, ഇപ്പോൾ 24 ഹവേഴ്സ് പറയാൻ പറ്റില്ല, കഴിഞ്ഞ ദിവസത്തെ വീഡിയോൻ്റെ കമൻറ്റ് ഞാൻ എപ്പോഴും നോക്കിയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ 24 ഹവേഴ്സ് പറയാൻ പറ്റില്ല, അടുത്ത ദിവസം വീഡിയോ ഉണ്ടായിരുന്നില്ലല്ലോ, നെക്സ്റ്റ് വീഡിയോ വരുന്നത് വരെയാണ് പഴയ വീഡിയോൻ്റെ കമൻറ്റ് നോക്കാറുള്ളത്. എപ്പോഴും ലൈക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ലൈക്ക് കണ്ടാൽ അതെൻ്റെയാണ്. ഞാൻ ആൾക്കാരുടെ പേര് നോട്ട് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ചില പേരുകളൊക്കെ ചിരപരിചിതമായിട്ട് തോന്നാറുണ്ട്. ഇപ്പോൾ കാഞ്ചന ചേച്ചിയുടെ ആണെങ്കിലും ദമയന്തി, അതുപോലെ കമല ഉത്തമൻ, അങ്ങനെ ഒരാളുടെ പേര് പറഞ്ഞാൽ വേറെ ആൾക്കൊക്കെ വിഷമം. അല്ല, സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യുന്ന കുറേ ആൾക്കാരുടെ പേര് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് എന്താ പറയുക, സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ നിങ്ങളിലേക്ക് എങ്ങനെ എത്തിക്കുക വെച്ചാൽ എനിക്ക് അറിയില്ല കേട്ടോ. അടുത്തതായിട്ട് ദിവ്യ നേഹ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. സൈത, ഞാൻ ആകെ വിഷമത്തിലാണ്. എൻ്റെ വീട്ടിലൊരു സന്തോഷവും സമാധാനവും ഇല്ല. മകൾ 10ൽ പഠിക്കുന്നു. അവളോട് പഠിക്കാൻ പറഞ്ഞാൽ മരിക്കുമെന്ന് പറയും. ഭർത്താവാണെങ്കിൽ ജോലി സംബന്ധമായി മരിച്ചാൽ മതി എന്ന് പറയും. ഇതൊക്കെ കേട്ടിട്ട് ഇപ്പോൾ എനിക്ക് മരിച്ചാൽ മതി എന്നായി. ഞാൻ എന്ത് ചെയ്യും? കുടുംബത്തിൽ സന്തോഷം ഉണ്ടാവാൻ ഞാൻ എന്താണ് ഗുരുവായൂരപ്പന് കൊടുക്കേണ്ടത്? അത്രയും വേദനയോടെയാണ് ഇത് എഴുതുന്നത് എന്നാണ് ദിവ്യ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. എനിക്കിത് കേട്ടിട്ട് പ്രാസം ഒപ്പിച്ച് പറഞ്ഞിട്ട് എനിക്ക് ചിരി വരികയാണ് ചെയ്യണത്. ചിരിച്ചതല്ല കേട്ടോ, ഞാൻ നിസ്സാരവൽക്കരിച്ചതല്ല. ഭർത്താവ് മരിക്കണം എന്ന് പറയുന്നു, മകൾ മരിക്കണം എന്ന് പറയുന്നു, ഒക്കെ കൂടി കേട്ടിട്ട് എനിക്ക് മരിക്കാൻ തോന്നുന്നു എന്നാണ് പറയണത്. ഓക്കെ, അങ്ങനെയൊന്നും ചിന്തിക്കുകയും ചെയ്യരുത് കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ജന്മം കിട്ടിയതും ഈ ജന്മത്തിൽ ഗുരുവായൂരപ്പനെ അറിയാൻ സാധിച്ചതും. അനേകം പേര് ഞാൻ വിചാരിക്കാറുണ്ട് ഗുരുവായൂർ അവർ അടുത്ത് താമസിക്കുന്നവരാകും, പക്ഷെ അന്യമതത്തിൽപ്പെട്ടവരായിരിക്കാം. അതല്ലെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ അവർക്ക് ഗുരുവായൂരപ്പനെ അറിയുണ്ടാവില്ല. ഗുരുവായൂരപ്പനെ അറിയാത്ത ആൾക്കാരെന്ന് പറയുമ്പോഴേ ഈശോ അവർക്ക് കഷ്ടമില്ല എന്നൊക്കെ തോന്നാറുണ്ട് എനിക്ക്. അപ്പം നമുക്ക് ഗുരുവായൂരപ്പനെ അറിയണ ഒരു ജന്മം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണ്. വലിയ എന്ന് പറഞ്ഞാൽ വലിയ 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 കാര്യമാണ്. അപ്പം മരണത്തിനെ കുറിച്ചൊന്നും ചിന്തിക്കുകയും ചെയ്യരുത് കേട്ടോ. ഇത് വലിയ പ്രശ്നം തന്നെയാണ്. നമ്മൾ ഫേസ് ചെയ്യുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. പഠിക്കാൻ പറയുമ്പോൾ കുട്ടി മരിക്കും എന്ന് പറയാന്ന് പറയുമ്പോൾ അത് എത്ര വലിയ കാര്യമാണ് അല്ലേ. അപ്പോൾ അവളുടെ ഭാവിയെക്കുറിച്ച് ഇപ്പോൾ ഒന്നും അറിയില്ല. ഭാവിയിൽ അവൾ ചോദിക്കും, അന്ന് അമ്മ എന്നെ ഒന്ന് നിർബന്ധിച്ചിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ പഠിച്ച് കളക്ടറായേനെന്നൊക്കെ പറഞ്ഞേക്കാം. അപ്പോൾ ഇതിനെ ഫേസ് ചെയ്യേണ്ടത് എന്തെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നാരായണീയത്തിലെ 65 മുതൽ 69 വരെയുള്ള ദശകങ്ങൾ എല്ലാ ദിവസവും മുടങ്ങാതെ ചൊല്ലൂ. അത് സമാധാനത്തിനാണ്, സന്തോഷത്തിനാണ്, സുഖമാവാനാണ്. അപ്പോൾ 65 മുതൽ 69ാമത്തെ ദശകം വരെ എല്ലാ ദിവസവും ചൊല്ലൂ. ഒപ്പം ഗുരുവായൂരപ്പന് മധുരപലഹാരങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കും. ഞാൻ വീണ്ടും വീണ്ടും മധുരപലഹാരങ്ങൾ പറയണ്ടല്ലേ. മധുരം നമ്മൾ എപ്പോഴാണ് കൊടുക്കുക? സന്തോഷമുള്ളപ്പോഴാണ്. പിറന്നാൾ ആഘോഷങ്ങൾക്കോ അല്ലെങ്കിൽ ആഘോഷങ്ങൾക്ക്, സന്തോഷങ്ങൾക്കാണ് നമ്മളെപ്പോഴും മധുരം വിതരണം ചെയ്യുക അല്ലേ. അപ്പോൾ മധുരപലഹാരം ഗുരുവായൂരപ്പന് കൊണ്ടുവന്ന് കൊടുക്കും. ഈ മധുരപലഹാരങ്ങൾ പോലെ മധുരതരമാക്കി തരണേ എൻ്റെ ഈ ഒരു ജീവിതം എന്ന് പറഞ്ഞുകൊണ്ട്, അങ്ങനെ കണക്കൊന്നുമില്ല എത്ര കാലം കൊടുക്കണം അങ്ങനെയൊന്നും ചോദിക്കരുത്. നമ്മുടെ ഉണ്ണികൃഷ്ണനാണ്, എത്ര കാലം വേണമെങ്കിലും കൊടുക്കാം, എത്ര മധുരം വേണമെങ്കിലും കൊടുക്കാം, എന്ത് മധുരം വേണമെങ്കിലും കൊടുക്കാം. എങ്ങനെയാണ് കൊടുക്കുക ചോദിച്ചാൽ, ഇവിടെ വരുന്ന സമയത്ത് കൊടിമരത്തിൻ്റെ ചുവടെ ഭണ്ഡാരത്തിൻ്റെ മുകളിലായിട്ട് ഗുരുവായൂരപ്പന് സമർപ്പിച്ചോളൂ കേട്ടോ. അടുത്തതായിട്ട് മഞ്ജു അജിത്ത് എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത്. സവിത, എൻ്റെ ഈ വിഷമത്തിന് മറുപടി തരണേ. സവിതയുടെ വീഡിയോ എൻ്റെ ജീവനാണ്. എൻ്റെ മോൾ നീറ്റ് കോച്ചിങ് പാലയിൽ ബ്രില്യൻറ്റിൽ ചെയ്യുകയാണ്. മോൾ നന്നായി പഠിക്കുന്നുണ്ട്, ബട്ട് വീക്ക്ലി എക്സാം വരുമ്പോൾ മാർക്ക് കുറയുന്നുണ്ട്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ എയിമാണ് എൻ്റെ മോൾ ഇപ്പോൾ ചെയ്യുന്നത്. ഞാൻ എല്ലാ മാസവും ഗുരുവായൂർ വരാറുണ്ട്. എൻ്റെ മോൾക്ക് വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത്? മെയ് 3-നാണ് നീറ്റ് എക്സാം. സവിതയുടെ മറുപടി എനിക്ക് ഗുരുവായൂരപ്പൻ മറുപടി പറയുന്നതായിരുന്നു. ഈശ്വര ഗുരുവായൂരപ്പ,
ഞാൻ ഈ അടുത്ത കാലത്തായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏത് തരത്തിലുള്ള പരീക്ഷയിൽ വിജയം നേടാനാണെങ്കിലും നാരായണീയത്തിലെ 82ാമത്തെ ദശകം ചൊല്ലി നമസ്കരിക്കൂ. അതേപോലെ തന്നെ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീദമേ രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രയച്ഛമേ എന്ന വിദ്യാഗോപാല മന്ത്രം ചൊല്ലി നമസ്കരിക്കൂ. ഗുരുവായൂരപ്പന് നോട്ട് ബുക്കും പേനയും വാങ്ങിക്കൊണ്ടുവന്ന് കൊടുക്കൂ. നോട്ട് ബുക്ക് കൊണ്ട് തുലാഭാരം തൂക്കൂ. ഇതൊക്കെ ഇവിടെയുള്ള വഴിപാടുകളാണ് കേട്ടോ. അപ്പം ഇതൊക്കെ ചെയ്യാവുന്നതാണ്. ഇതിൽ ഏത് ചെയ്യണം എന്നുള്ളതൊക്കെ ഭക്തൻ്റെ ഇഷ്ടമാണ്. എല്ലാം കൂടെ ചെയ്യണമെന്ന് ചോദിച്ചാൽ എല്ലാം ചെയ്യാം. അത് ഒന്ന് മാത്രം ചെയ്താൽ മതി. അതൊക്കെ ഭക്തൻ്റെ ഇഷ്ടമാണ്. നിങ്ങളുടെ ഇഷ്ടത്തിന് വിടുന്നു. ഇത് തീർച്ചയായിട്ടും ഇതിലേതെങ്കിലും ഒന്ന് സ്ട്രിക്ട്ലി ഫോളോ ചെയ്യൂ കേട്ടോ. ഈ ചൊല്ലി നമസ്കരിക്കേണ്ടത് എല്ലാ ദിവസവും ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. അടുത്തതായിട്ട് മോളെ കൃഷ്ണനാട്ടങ്ങളി 10:30ക്കാണ് തുടങ്ങുന്നത് എന്ന് മോൾ പറഞ്ഞല്ലോ. അപ്പോൾ കൃഷ്ണനാട്ടം എത്ര മണി വരെയാണുള്ളത്? എത്ര മണിക്കൂർ നീണ്ടു നിൽക്കുന്നതാണ്? 3000 രൂപയല്ലേ കൃഷ്ണനാട്ടം കളിക്ക് എന്നാണ് ശൈല എന്ന ഭക്ത ചോദിച്ചിരിക്കുന്നത്. കൃഷ്ണനാട്ടം കളിക്ക് എല്ലാത്തിനും 3000 രൂപയാണ്. സ്വർഗാരോഹണ കൃഷ്ണനാട്ടം കളി ഷീട്ടാക്കുമ്പോൾ മാത്രം കൂടെ അവതാരവും കൂടെ ഷീട്ടാക്കണം. അപ്പോൾ 16,000 രൂപയാണ് കേട്ടോ. ഒരു കൃഷ്ണനാട്ടം കളിക്ക് 3000 രൂപയാണ്. ഇനി തുടങ്ങുന്നത് 10:30ക്കാണ്. അതായത് ഗുരുവായൂരപ്പൻ്റെ അത്താഴപൂജയും തൃപ്പുകയും കഴിഞ്ഞ് നട അടച്ചതിന് ശേഷം വടക്ക് വശത്തായിട്ടാണ്, സ്റ്റേജ് ഒന്നുമില്ല, വടക്ക് വശത്തായിട്ടാണ് കൃഷ്ണനാട്ടം പെർഫോമൻസ്. ആ സമയത്ത് തുടങ്ങിയിട്ട് കളിയുടെ ദൈർഘ്യം, കഥയുടെ ദൈർഘ്യം, ആടുന്ന ആളുകളുടെ, കളി ആക്ട് ചെയ്യുന്ന ആൾക്കാരുടെ കൈവേഗത, ഇതിനൊക്കെ അനുസരിച്ച് മാറ്റങ്ങൾ സംഭവിച്ചേക്കാം. എന്നാലും മിനിമം 1.5 മണി വരെയാണ് കൃഷ്ണനാട്ടം കളിയുടെ സമയം വരുന്നത് കേട്ടോ. 1:30ക്കേ നട അടയ്ക്കാറുള്ളൂ. 1:30 വരെയും അവിടെ കൃഷ്ണനാട്ടം കളി നടക്കാറുണ്ട്. ഇത് ഷീട്ടാക്കിയവർക്ക് മാത്രമല്ല കേട്ടോ, ആർക്ക് വേണമെങ്കിലും കണ്ടു തൊഴുത് നമസ്കരിക്കാം. കിഴക്കേ ഗോപുരത്തിലൂടെയാണ് കൃഷ്ണനാട്ടം കളി കാണാനായിട്ട് നമ്മൾ പ്രവേശിക്കേണ്ടത്. എന്നിട്ട് അവിടെ തൊഴുത് നമസ്കരിച്ച് കഥയുടെ ഡീറ്റെയിൽസ് എല്ലാം കൂടെ ഒരു വലിയ ക്യാൻവാസിൽ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും തുടക്കം മുതലേ. അപ്പോൾ സീൻ ബൈ സീനായിട്ട് സീനിൽ ആരൊക്കെയുണ്ട്, സ്ക്രീനിൽ ഇപ്പം ആരാണ് എന്നുള്ളതൊക്കെ നമുക്ക് അതിൽ എഴുതി കാണിച്ചിട്ടുണ്ടാവും. ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. മുദ്രകളൊന്നും ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലാവില്ലല്ലോ. കഥകളിയൊക്കെ അറിയുന്നവർക്കല്ലേ കൂടുതലായിട്ടും ഇതൊക്കെ മനസ്സിലാവുണ്ടാവുള്ളൂ. പക്ഷെ നമുക്ക് കഥ അറിയാമെങ്കിൽ ഇപ്പോൾ സീനിൽ ഇന്ന ആളാണ്, ഇത് ഇന്നതാണ് പെർഫോമൻസ് എന്ന് മനസ്സിലാവില്ലേ. അപ്പം അത് മനസ്സിലാക്കാനായിട്ട് അവിടെ വലിയൊരു ക്യാൻവാസിൽ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ. അത് ആ സമയത്ത് മാത്രം, കൃഷ്ണനാട്ടങ്ങൾ തുടങ്ങുന്ന സമയത്താണ് ഈ ഒരു എന്താ പറയുക, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ അവിടെ കൊടുക്കുള്ളൂ. അത് കഴിഞ്ഞ് അതെടുത്ത് മടക്കി വയ്ക്കുകയും ചെയ്യും. വസന്തകുമാരി എന്ന ഭക്തയാണ് പറഞ്ഞത്, സൈതാ മോൾ എന്ന് പറഞ്ഞിട്ടില്ലേ, ഒരമ്മ മരിച്ചതുകൊണ്ട് പേരക്കുട്ടി ഈശ്വരവിശ്വാസം ഇല്ലാതായ കാര്യം. അതിന് മോള് മറുപടി പറഞ്ഞത് എന്നെ വല്ലാതെ സ്പർശിച്ചു. എൻ്റെ അനിയൻ സുന്ദരനും സൽസ്വഭാവിയും ആരെ കണ്ടാലും ചിരിച്ചിട്ടല്ലാതെ സംസാരിക്കാറും ഇല്ലായിരുന്നു. അത്ര നല്ല കുട്ടിയായിരുന്നു. അവന് പെട്ടെന്ന് ക്യാൻസർ വന്നു. വൻകുടലിൽ വന്ന് ഫുള്ള് പടർന്ന ലിവർ വരെ എത്തിയിട്ടാണ് അറിഞ്ഞത്. MVRലായിരുന്നു ചികിത്സ. വലിയ സർജറികളൊക്കെ കഴിഞ്ഞ് കീമോ തുടങ്ങാൻ അഡ്മിറ്റ് ആയതിൻ്റെ പിറ്റേ ദിവസം അവൻ ഞങ്ങളെ വിട്ടുപോയി. അത് കഴിഞ്ഞ് ഇപ്പോൾ 8 മാസമായി. ഇപ്പോഴും അവനെ ഓർത്ത് കരയാത്ത ദിവസമില്ല. പക്ഷെ മോള് പറഞ്ഞില്ലേ, കീമോ ചെയ്യുമ്പോഴത്തെ ഛർദി, ക്ഷീണം, വൈരൂപ്യം, ഇതെല്ലാം കേട്ടപ്പോൾ അവൻ ഇതൊന്നും അറിയാതെ പോയത് നന്നായി എന്ന് ഇപ്പോൾ തോന്നുന്നുണ്ട്. മനസ്സിന് എന്തോ ധൈര്യം തോന്നുന്നുണ്ട്. ഞാൻ മോളുടെ എല്ലാ വീഡിയോസും കാണാറുണ്ട്. ഇന്ന് മോള് പറഞ്ഞ കാര്യം എൻ്റെ മനസ്സിനെ ഒന്ന് മാറ്റി ചിന്തിപ്പിക്കാൻ ഇടയാക്കി. മോള് പറഞ്ഞത് ശരിയല്ലേ, അത്രയും ദുരിതം അനുഭവിക്കാൻ നിൽക്കാതെ ഭഗവത് പാദം പോകിയത് നന്നായില്ലേ എന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നു. മോള് ശരിക്കും എന്താ പറയുക, ഗുരുവായൂരപ്പൻ മോളെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ് ഇതൊക്കെ. ഇനി അനിയനെ കുറിച്ച് ഞാൻ സങ്കടപ്പെടില്ല. മോളെ ഞാനൊന്ന് നമസ്കരിച്ചോട്ടെ. എനിക്ക് ഗുരുവായൂരിൽ വരുമ്പോൾ മോളെ കാണണം. എന്ന് വരാൻ പറ്റുമെന്ന് അറിയില്ല. ഞാനിത് ഇത്രയും നീട്ടി ടൈപ്പ് ചെയ്തപ്പോൾ ചെയ്തത് കൊണ്ട് കാണുമ്പോൾ വായിക്കാതെ പോവരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ ആവുന്നതുകൊണ്ട് മാത്രം വായിച്ചതാണ് കേട്ടോ. ഇതിൽ എന്നെ ഒന്ന് നമസ്കരിച്ചോട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല കേട്ടോ. കാരണം മോളെ എന്ന് വിളിച്ചതിൽ നിന്ന് മനസ്സിലായി എന്നേക്കാളും എൽഡറാണെന്ന്. എന്നേക്കാൾ എൽഡറായിട്ടുള്ള ഒരാൾ എന്നെ നമസ്കരിക്കുന്നതൊന്നും എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് കേട്ടോ. നിങ്ങളൊക്കെ ഈ ഒരു ജീവിതത്തിൽ എത്രത്തോളം ഗുരുവായൂരപ്പനെ വിളിച്ചവരായിരിക്കും. ഗുരുവായൂരപ്പനും നിങ്ങളും തമ്മിൽ എത്ര വലിയ ബന്ധമായിരിക്കും. അങ്ങനെയുള്ള ആളുകളൊന്നും എന്നെ നമസ്കരിച്ചിട്ട് എന്നെ ചെറുതാക്കരുത് എന്ന് എനിക്ക് അപേക്ഷിക്കാനുള്ളത് കേട്ടോ. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഗുരുവായൂരപ്പനെ നമസ്കരിക്കുക. ഗുരുവായൂരപ്പനാണ് നമുക്ക് ഇങ്ങനൊരു സത്സംഗം സെറ്റ് ചെയ്ത് തന്നത്.
അതുകൊണ്ട് ഗുരുവായൂരപ്പനോടാണ് അതിന് നന്ദി പറയേണ്ടതും. ഗുരുവായൂരപ്പനാണ് എല്ലാം സർവസ്വം. നമുക്ക് നമസ്കരിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ നമസ്കരിച്ചോളൂ, ഗുരുവായൂരപ്പനെ എത്ര വേണമെങ്കിലും നമസ്കരിച്ചോളൂ. ഇത്രയും ഞാനത് പറഞ്ഞപ്പോൾ ഒരുപാട് പേർക്ക് വിഷമാവൂ എന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു. കാരണം ട്രീറ്റ്മെൻറ്റിലൂടെ കടന്നു പോകുന്ന ക്യാൻസർ പേഷ്യൻസ് നമ്മളുടെ പ്രേക്ഷകരാണ്. അപ്പോൾ അയ്യോ, അപ്പോൾ ഞങ്ങൾക്ക് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഇല്ലേ എന്ന് തോന്നുമോ എന്നെനിക്കൊരു പേടിയുണ്ടായിരുന്നു. പക്ഷെ ഒരിക്കലും അങ്ങനെ എടുക്കരുത് കേട്ടോ. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. നഷ്ടങ്ങൾ സഹിക്കുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് എന്ന് ചിന്തിച്ചാൽ അതിന് വ്യക്തമായ ഉത്തരം നമുക്ക് കിട്ടും. അച്ഛൻ ഇതുപോലെ പെട്ടെന്ന് മരിച്ചതാന്ന് ഞാൻ പറയാറുണ്ടല്ലോ. രാത്രി ഉറങ്ങി രാവിലെ എഴുന്നേറ്റില്ല, സൈലന്റ് അറ്റാക്ക് ആയിരുന്നു എൻ്റെ അച്ഛന്. അപ്പോൾ തലേദിവസമൊക്കെ എന്നെ ഫോണിൽ വിളിച്ചിട്ട് സുഖമായിരിക്കണോ മോളെ എന്ന് ചോദിച്ചതാണ്. സുഖമായിരിക്കണോ അച്ഛാ, കുട്ടി എന്നാണ് എന്നെ വിളിക്കുക, കുട്ടി സുഖമായിരിക്കണോ അച്ഛാ എന്ന് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ വിയോഗം ഉൾക്കൊള്ളാൻ എനിക്ക് സാധിച്ചിരുന്നില്ല. ഈശ്വരൻ, ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. പക്ഷെ എൻ്റെ അച്ഛൻ ഇത്ര ഭാഗ്യം ചെയ്ത ആളാണ്. എൻ്റെ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടായിരുന്നു 60 വയസ്സിന് ശേഷം എനിക്ക് ജീവിച്ചിരിക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് അച്ഛൻ എങ്ങനെ പറയണതെന്ന് അറിയില്ല. അച്ഛന് വാർദ്ധക്യം ഇഷ്ടമില്ലായിരുന്നു, കിടപ്പിലാവുന്നത് ചിന്തിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ഭഗവാൻ ഇങ്ങനെ ടിക്കിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് അത് സാധ്യമായത്. അപ്പോൾ അദ്ദേഹത്തിനെ ഭഗവാൻ അനുഗ്രഹിച്ചതാണ്. അത് ഉൾക്കൊള്ളാൻ പറ്റിയപ്പോൾ എനിക്ക് സന്തോഷമായി. ഞാനിപ്പോൾ എൻ്റെ അച്ഛനോട് ഇരുന്ന് സംസാരിക്കാറുണ്ട്. അച്ഛന് സന്തോഷമായില്ലേ ചോദിക്കാറുണ്ട്. ഗുരുവായൂരപ്പൻ അച്ഛനെ അങ്ങനെ കൊണ്ടുപോയതായിരിക്കും അല്ലേ, അച്ഛൻ പറഞ്ഞിട്ടായിരിക്കും അല്ലേ. അതാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് എനിക്ക് ഒരുപാട് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ ചിന്തിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അടുത്ത ചോദ്യം പറയാം. വിവേക് പാർവതി എന്ന ഭക്തയാണ് ഗുരുവായൂർ അമ്പലത്തിലെ ഉള്ളിൽ കൂത്തമ്പലത്തിൻ്റെ മുന്നിൽ ഒരു പാത്രത്തിൽ, ഒരു കുട്ടകത്തിൽ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഒരു പാത്രം ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതിൽ നിന്ന് എല്ലാവരും പഴം എടുക്കുന്നത് കണ്ടു. അത് എടുക്കാൻ പാടുണ്ടോ, ഇനി വരുമ്പോൾ എടുക്കാൻ പാടുമോ ഇല്ലയോ എന്നറിയാത്ത കാരണം, ഗുരുവായൂരപ്പൻ്റെ അല്ലേ വീട്ടിൽ കൊണ്ടുപോകാൻ പാടുമോ എന്നൊന്നും അറിയാത്ത കാരണം എടുത്തില്ല. അത് നേദിച്ചപ്പോൾ കദളിപ്പഴമാണ് കേട്ടോ. അത് എടുക്കാം, അത് ഭക്തർക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത്. ചിലതൊക്കെ അതിൽ കേട് വന്ന് തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ലേലം വിളിച്ച് പോകാനൊന്നും പറ്റില്ല. അപ്പോൾ ഗുരുവായൂരപ്പനെ നേദിക്കുന്നതാണ് ആ കദളിപ്പഴം. അത് നേദിച്ച പ്രസാദമാണ്, നമുക്ക് ആർക്ക് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അതുകൊണ്ടാണ് അവിടെ ആളുകൾ വന്ന് പുറത്തേക്ക് ഇടുമ്പോൾ അവർ പുറത്തേക്ക് ഇങ്ങനെ വെക്കുന്ന സമയത്ത് തന്നെ അവർ പറയും പഴമാണ് കേട്ടോ, ആര് വേണമെങ്കിലും എടുത്തോളൂ എന്ന് അങ്ങനെ പറയാറുണ്ട്. എല്ലാം കൂടി കൊണ്ട് കളയാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് അവർ പറയാറുണ്ട് ആവശ്യമുള്ള ആൾക്കാർ എടുത്തോളൂ. അത് കാരണം എന്താ വെച്ചാൽ ഒരു കൊലയാണെങ്കിൽ അത് ലേലം വിളിച്ചു പോകും. മിക്കവാറും ഒക്കെ അകത്തേക്ക് നീതിക്ക് എടുക്കും കേട്ടോ. പക്ഷെ ഇടയ്ക്ക് കദളിക്കൊല ലേലം വിളിച്ചു പോകാറുണ്ട്. ഇതിപ്പോൾ കൊലയല്ല, ഉരിഞ്ഞ് വീണ പഴമായിട്ടാണ്. അപ്പം അങ്ങനെയാകുമ്പോൾ ലേലം വിളിക്കാൻ പറ്റില്ല. പിന്നെ അത് വേറെ എന്തിനാ ഉപയോഗിക്കുക? പായസത്തിലിടാൻ ഉപയോഗിക്കണത് പായസത്തിലിടാൻ എടുക്കും, അതല്ലാതെ എന്തിനാ ഉപയോഗിക്കുക പഴം. അപ്പം അത് കാരണം ഇത് അപ്പത്തിലൊന്നും ഇടാൻ പറ്റില്ല. പായസത്തിൽ ഇടുക എന്ന് പറഞ്ഞാൽ നീതിക്കുന്നതിന് മുമ്പ് പായസത്തിൽ വേണമെങ്കിൽ ഇടാം. അതല്ലാതെ നീതിച്ചു കഴിഞ്ഞാൽ പ്രസാദം വേറെന്താ ചെയ്യുക? അപ്പം അതെല്ലാവർക്കും കൊടുക്കുന്നതാണ്. അപ്പം എടുക്കാം കേട്ടോ, എടുക്കണോണ്ട് കുഴപ്പമില്ല. അടുത്തതായിട്ട് അനിൽകുമാർ എന്ന ഭക്തനാണ് പറഞ്ഞിരിക്കുന്നത്. സൈതമോളെ, എൻ്റെ അമ്മ വളരെ വിഷമത്തിലാണ്. അമ്മയ്ക്കൊരു വീടില്ല, മക്കളുടെ കൂടെ ഒന്നും അമ്മയെ നിർത്തുന്നുമില്ല. സ്വന്തമായിട്ടൊരു വീടുണ്ടാവാൻ ഭഗവാൻ എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത്? ഇവിടെ വന്നിട്ട് ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ വീടെടുത്ത് വെച്ച് സമർപ്പിക്കുക, വീടെടുത്ത് വെച്ച് തൊഴുക എന്നൊരു വഴിപാടുണ്ട് കേട്ടോ. ആൾരൂപം എടുത്ത് വെച്ച് തൊഴുന്നെടുത്ത് വീടെടുത്ത് വെച്ച് തൊഴുക എന്നൊരു വഴിപാടുണ്ട്. അത് ചെയ്താൽ മതി കേട്ടോ. അടുത്തതായിട്ട് ശ്രീകലാ ഗോപൻ എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത്. സഹസ്രനാമം ജപിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വേറെ പല ചിന്തകൾ ആണ് വരുന്നത്. നാരായണീയം എന്നും വായിക്കും, ഗുരുവായൂരപ്പനെ ഓർത്തുകൊണ്ട് ജപിക്കാൻ പറ്റണേ എന്ന് എന്നും പ്രാർത്ഥിക്കും, പക്ഷെ പറ്റുന്നില്ല. സദാ പല ചിന്തകൾ മനസ്സിൽ വരുന്നത് കൊണ്ട് ഭഗവാനെ മാത്രം നാമം ജപിക്കുമ്പോൾ ഓർക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നൊന്ന് പറഞ്ഞു തരുമോ എന്നാണ്. ഇത് ബോധർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലുത്. നാമം ചെല്ലുമ്പോൾ നമുക്ക് എന്ത് ചിന്തകൾ വരുന്നു എന്നുള്ളത് ചിലപ്പോൾ വളരെ നെഗറ്റീവായിട്ടുള്ള ചിന്തയാവും വരും കേട്ടോ. ചിലപ്പോൾ വല്ല ഭൂതത്തിൻ്റെയും പ്രേതത്തിൻ്റെയും കാര്യമൊക്കെ വരും. അതല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലുമൊക്കെ മരിച്ചു പോകണ പോലെയൊക്കെ തോന്നും. അതൊക്കെ നമ്മുടെ മനസ്സ് നമ്മളെ ബാക്ക് ഔട്ട് ചെയ്യുന്നതാണ്. നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് എപ്പോഴും ഒരു വിമുഖത മനുഷ്യൻ്റെ ഉള്ളിലുണ്ട്. ചീത്ത കാര്യങ്ങളിലേക്കാണെങ്കിൽ ഫുള്ളി കോൺസെൻട്രേറ്റഡ് ആയിട്ട് നമുക്ക് പോകാൻ പറ്റും. ഇതൊക്കെ അനുഭവമാണ് കേട്ടോ, പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിനെ അതിൻ്റെ വഴിക്ക് വിടുക, എന്നിട്ട് പൂന്താനം പറഞ്ഞത് ആലോചിക്കുക. നാരായണ എന്ന വേറൊരാളെ പരിഹസിച്ചിട്ടോ ഒരാളുടെ പേരായിട്ടോ അറിയാതെയോ എങ്ങനെ ജപിച്ചാലും അതിന് കോടി പുണ്യം ഉണ്ട് എന്നാണ് പറയണേ.
അപ്പോൾ നമ്മളിങ്ങനെ ബോധേഡായിട്ട് ഗുരുവായൂരപ്പനെ പറ്റി ചിന്തിക്കാൻ പറ്റുന്നില്ലല്ലോ. അവസാനം എന്താ ഉണ്ടാവുകയെന്നറിയോ? ഞാൻ ഇങ്ങനെയൊക്കെ നാമം ജപിച്ചിട്ട് എന്താ കിട്ടുക? ഒരു കാര്യവുമില്ല. കാരണം ഞാനിങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാതെയല്ലേ നാമം ജപിക്കണേ. ഞാൻ നാമേ ജപിക്കണില്ല വിചാരിക്കും. അപ്പോൾ എന്താ ഉണ്ടാവുകയെന്നറിയോ? നമ്മുടെ ആ ശീലം പോവും. നാവിൽ നിന്ന് ആ ശീലം പോവും. നോക്കൂ, ഞാൻ ഇന്ന് ഒരാഴ്ചയ്ക്ക് ശേഷം അമ്പലത്തിൽ പോവുകയാണ്. അമ്പലത്തിൽ പോയിട്ട് എനിക്ക് 12 നമസ്കാരം ചെയ്യാറുണ്ട് ഞാൻ അമ്പലത്തിൽ നിന്ന്. ഇന്ന് എനിക്ക് ആകെ കൂടി 7 നമസ്കാരം കണ്ണിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടാണ് ഞാൻ 7ാമത്തെ നമസ്കാരം ചെയ്തത്. എൻ്റെ 2 മുട്ടും അനക്കാൻ പറ്റുന്നില്ല. അതെന്തുകൊണ്ടാ വെച്ചാൽ ഇത്രയും ദിവസം തണുപ്പ് കാലമാണ്. ഇത്രയും ദിവസമായിട്ട് കാല് മടക്കിയിട്ടില്ല. അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അടുത്ത ദിവസം പോയിട്ട് എന്തായാലും ഞാൻ 12 ചെയ്യണം. അല്ലാതെ എൻ്റെ കാലിന് വേദനയാണ്. ഞാൻ എൻ്റെ കാര്യം കേട്ടോ പറയണത്. എനിക്ക് വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ്. ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആൾക്കാരോടല്ല പറയണത് കേട്ടോ. അപ്പോൾ അത് വിട്ട് കളയാൻ തോന്നിക്കഴിഞ്ഞാൽ ഒരിക്കലും എനിക്ക് പിന്നെ നമസ്കരിക്കാൻ പറ്റില്ല. ഇതേമാതിരിയാ നാമവും. നാമം ജപിക്കുമ്പോൾ എന്ത് ചിന്തകൾ വേണമെങ്കിലും വന്നോട്ടെ, മനസ്സിനെ അങ്ങോട്ട് വിടുക. എന്നിട്ട് ഗുരുവായൂരപ്പനോട് പറയുക, അന്ന് കിരണാനന്ദ് അദ്ദേഹം പറഞ്ഞ പോലെ എൻ്റെ മനസ്സ് പട്ടമാണ് ഗുരുവായൂരപ്പ, അതിങ്ങനെ പറന്നു പോകുന്നുണ്ട്, അതിൻ്റെ നൂല് ഞാൻ ഗുരുവായൂരപ്പനെ ഏൽപ്പിച്ചിട്ടുണ്ട്, അതെങ്ങോട്ട് പറക്കണം, എത്ര ദൂരം പോകണം, പൊട്ടിപ്പോവാതിരിക്കണം എന്നുള്ളതൊക്കെ ഗുരുവായൂരപ്പൻ തീരുമാനിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് നാമം ജപിച്ചോളൂ. അപ്പോൾ കുറേ നാമം ജപിക്കുമ്പോൾ, നമ്മൾ 100 നാമം ജപിക്കുമ്പോൾ ഒരെണ്ണത്തിൽ നമുക്ക് ഗുരുവായൂരപ്പനെ ഓർമ്മ വരും. ഇതിങ്ങനെ ശീലമായിക്കൊണ്ടേ ഇരുന്നാൽ എന്താണ്ടാവുകയെന്നറിയോ? കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല കോൺസെൻട്രേഷൻ വരുന്നേ. നാമം ജപിക്കുമ്പോഴൊക്കെ നമ്മുടെ ഉണ്ണികൃഷ്ണൻ്റെ കഥകളൊക്കെ ഇങ്ങനെ ഓർത്ത് നമ്മൾ കണ്ണിൽ വെള്ളം നിറയുന്നത് പോലും അറിയില്ല. അത്രയും ഗംഭീരമായിട്ട് നാമം ജപിക്കാൻ പറ്റും. നിങ്ങളിൽ പല ആൾക്കാരും ചോദിക്കാറില്ലേ, സവിതയുടെ ഭാഗ്യമാണ് ഗുരുവായൂരപ്പനെ കുറിച്ച് സംസാരിക്കാൻ പറ്റുന്നുണ്ട്, ഗുരുവായൂരപ്പൻ്റെ അമ്പലത്തിൽ എല്ലാ ദിവസവും പോകാൻ പറ്റുന്നുണ്ടെന്ന്. ഇത് വെറുതെ വന്ന ഭാഗ്യമല്ല കേട്ടോ. ഈ ഭാഗ്യം വന്ന വഴി ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. എൻ്റെ അച്ഛൻ്റെ അമ്മ നാരായണനാമം ജപിക്കുമായിരുന്നു കുറേ നല്ലോണം. മുത്തശ്ശി, ഇല്ലത്തെ മുത്തശ്ശി എന്നാ പറയുക. ഇനി എൻ്റെ അമ്മാത്ത മുത്തശ്ശി ഞാൻ കണ്ടിട്ട് പോലും ഇല്ല കേട്ടോ. എൻ്റെ അമ്മയുടെ അമ്മയാണ്. അമ്മ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ മരിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മാത്ത മുത്തശ്ശി രാവിലെ ഒരു 5 മണിയായ നാമം ജപിച്ചു തുടങ്ങിയിട്ട് ഒരു എന്താ പറയുക 8 മണിയോളമൊക്കെ 2-3 മണിക്കൂർ എല്ലാ ദിവസവും നാമം ജപിക്കും. ഈ നാമം ജപിക്കുമ്പോൾ ഒരു തോർത്തുമുണ്ട് എൻ്റെ മുത്തശ്ശി കയ്യിൽ പിടിക്കൂത്രേ. എന്തിനാണെന്നറിയോ? കണ്ണീര് തുടയ്ക്കാനാണെന്ന്. നാമം ജപിക്കുമ്പോൾ വരുന്ന കണ്ണീര് ഇങ്ങനെ തുടച്ചുകൊണ്ട്, ഇടയ്ക്ക് ചിരിയാവും എന്നാലും കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുണ്ടാവും. അത് തുടച്ച് ഒരു കപ്പ് കണ്ണീരുണ്ടാവും ഇത്ര ഇത് പിഴിഞ്ഞാൽ കിട്ടാൻ. അത്രയ്ക്കും കണ്ണുനീരോട് കൂടി നാരായണ 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 എന്ന് ജപിക്കാറുണ്ട് അത്രേ. എൻ്റെ മുത്തശ്ശിമാർ ചെയ്ത ആ പുണ്യം കൊണ്ടായിരിക്കും എനിക്കിപ്പോൾ കുറച്ച് പേരോട് നാമം ചൊല്ലൂ എന്ന് പറയാൻ പറ്റുന്നുണ്ടാവുക അല്ലേ. അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് കുറേ ദൂരം പോകുമ്പോൾ നമുക്ക് മാത്രമല്ല നമ്മുടെ വരുന്ന തലമുറയ്ക്കെല്ലാം ഇതിൻ്റെ ഒരു ഗുണം ഉണ്ടായിരിക്കും. ഗുരുവായൂരപ്പനെ അങ്ങനെ അത്രേ 7 തലമുറ വരെയൊക്കെ ഞങ്ങളുടെ അനുഗ്രഹിച്ച് കളയും ഗുരുവായൂരപ്പനെ. അത്രയ്ക്ക് അനുഗ്രഹദായകനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് ജപിച്ചോളൂ. നാമം ജപിക്കുമ്പോൾ കോൺസെൻട്രേഷൻ ഇല്ല എന്നുള്ള പ്രശ്നമേ ഇല്ല. കോൺസെൻട്രേഷൻ വേണ്ട, നമ്മൾ ആരെയോ വിളിക്കുകയാണ് എന്ന് തോന്നിക്കോട്ടെ, എന്നാലും നാമം ജപിച്ചോളൂ. നാവിന് ആ ഒരു ശീലം കൊടുത്തോളൂ. പതിയെ മനസ്സ് അതിലേക്ക് തന്നെ വന്നോളൂ കേട്ടോ. അടുത്തതായിട്ട് സേതുകുട്ടി നമസ്കാരം. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, കുട്ടി കണ്ടില്ല എന്ന് തോന്നുന്നു, നാരായണ നാമം ബുക്കിൽ എഴുതാൻ ഇപ്പോഴും പറ്റുമോ? എപ്പോഴും പറ്റും. എപ്പോഴും പറയണ ചോദ്യമാണ് കേട്ടോ ഇത്. മല്ലിക ചേച്ചിയാണ് ചോദിച്ചിരിക്കുന്നത്. മല്ലിക മുരളീധരൻ. എപ്പോഴും നാമം ചൊല്ലാൻ പറ്റൂ കേട്ടോ. നാമം എഴുതാനും പറ്റും. ശ്യാമള ബാലകൃഷ്ണൻ എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ട്, കടം കൊടുത്ത പൈസ തിരിച്ചു കിട്ടാൻ എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത്? ആ കടം കൊടുത്ത പൈസയിൽ നിന്ന് ഒരു തുക ഗുരുവായൂരപ്പനെ സമർപ്പിക്കാം. അതിലും നല്ല വഴിപാടില്ല. ഞാനൊക്കെ എപ്പോഴും ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കേണ്ടി വന്നാൽ ആദ്യം ഗുരുവായൂരപ്പനോട് പറയും, ഗുരുവായൂരപ്പ അത് ഞാൻ കൊടുക്കുകയാണ്, തിരിച്ചു വാങ്ങാനുള്ള കഴിവ് എനിക്കില്ല കേട്ടോ, ഞാൻ ഭഗവാനെ ഏൽപ്പിക്കണു, ഇവർ കറക്റ്റായിട്ട് തിരിച്ചു തരണേ എന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ ഇത് തിരിച്ച് അതൊക്കെ പറയാൻ മറന്നുപോയി കൊടുത്തു എന്ന് വെച്ചാൽ തിരിച്ച് കിട്ടിയില്ല വെച്ചാൽ ഗുരുവായൂരപ്പ അവർ 1000 രൂപ വാങ്ങിയിട്ട് ഞാൻ 500 രൂപ ഗുരുവായൂരപ്പന് തരാം കേട്ടോ. 500 എനിക്ക് തിരിച്ച് കിട്ടണേ എന്നുള്ളത് എൻ്റെ ഒരു പ്രാർത്ഥനയാണ് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ വഴിപാട് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഉണ്ണികൃഷ്ണന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു റിഗ്രറ്റും വരില്ല അല്ലേ. അതല്ലാതെ ആർക്കെങ്കിലും നമ്മൾ കൊടുത്തിട്ട് അവർ നമ്മളെ പറ്റിച്ചു പോയാൽ നമുക്ക് വല്ലാണ്ട് വിഷമാവും ഇല്ലേ. അപ്പോൾ അവർ തരാത്തയിലോ ആ പണം കിട്ടാത്തയിലോ അല്ല നമ്മുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്, അവരെന്തിനാ ഇങ്ങനെ പറ്റിച്ചത്, അതാണ് നമ്മുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അല്ലേ. അപ്പോൾ ആ ബുദ്ധിമുട്ട് മാറാൻ നമ്മൾ നമ്മുടെ ഉണ്ണികൃഷ്ണനെ ഏൽപ്പിച്ചു കൊടുക്കുക. ഇടയ്ക്ക് ഞാൻ ചോദിക്കും, ഭഗവാനെ വട്ടിപ്പലിശ പിരിക്കാൻ പോകുന്ന ആളെ പോലെ ആക്കിയോ ഞാൻ എൻ്റെ ഗുരുവായൂരപ്പനെ എന്നൊക്കെ. പക്ഷേ വേറെ ആരെവിടാ നമ്മൾ പറയുക? ഗുരുവായൂരപ്പനോടല്ലാണ്ട് നമ്മുടെ എന്ത് പ്രശ്നങ്ങളും പറയാൻ നമുക്ക് വേറെ ആരുമില്ല, ഗുരുവായൂരപ്പൻ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചാൽ എല്ലാം ശരിയാവും. അടുത്തതായിട്ട്
വിജയൻ എന്ന ഭക്തയാണ്. സദാ എൻ്റെ മോന് വേണ്ടി കുങ്കുമപ്പറ നേർന്നിട്ടുണ്ട്, അതിനായി ബുക്ക് ചെയ്യാൻ പറ്റുമോ? ഇതിന് ഒരു മറുപടി തരണേ എന്നാണ്. കുങ്കുമപ്പറ വെക്കുന്നത് ഏത് സമയത്താണ്? ഗുരുവായൂരപ്പൻ്റെ മുമ്പിലാണോ അതോ ഭഗവതിയമ്മയ്ക്ക് 6-ാം തീയതിയിലത്തെ ഇനി വരുന്ന താലപ്പൊലിക്കാണോ, എന്തിനാണെന്നുള്ളത് വ്യക്തമായിട്ട് പറയൂ കേട്ടോ, എനിക്ക് മനസ്സിലായിട്ടില്ല, അതുകൊണ്ടാണ്. അടുത്തതായിട്ട് രശ്മി സുരേഷ് എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. സവിത പീരീഡ് ടൈമിൽ വിദ്യാഗോപാല മന്ത്രം, സരസ്വതി മന്ത്രം ഇതുപോലെയുള്ള മന്ത്രങ്ങൾ ചൊല്ലാൻ പാടുണ്ടോ? അതുപോലെ നോൺ വെജ് കഴിച്ചതിന് ശേഷം സന്ധ്യയ്ക്ക് ചൊല്ലാൻ പാടുണ്ടോ? രണ്ടും ഞാൻ ചെയ്യാറില്ല, അതുകൊണ്ട് എനിക്കറിയില്ല, ഞാൻ ചെയ്യരുതെന്നേ പറയുള്ളൂ. എന്നോട് ചോദിച്ചാൽ ചെയ്യരുത് എന്നതാണ് എൻ്റെ മറുപടി കേട്ടോ. അടുത്തതായിട്ട്, നമസ്കാരം സവിത, ഞാൻ ഇന്നലെ നാരായണീയം വായിച്ചപ്പോൾ അതിൽ മിത്രവിന്ദ എന്ന് കണ്ടു. എനിക്ക് അപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത് സവിതയുടെ മോളെയാണ്. നാരായണീയത്തിൽ നിന്നാണോ മോൾക്ക് പേരിട്ടത്? ഗീത അനിൽ എന്ന ഭക്തയാണ് ചോദിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കണേ. അതെ, എൻ്റെ മോൾക്ക് മിത്രവിന്ദ എന്ന പേരിടണമെന്ന് ഞാൻ 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ തീരുമാനിച്ചതാണ് കേട്ടോ. അന്ന് എൻ്റെ വിവാഹം കഴിയുമെന്നോ എനിക്ക് പെൺകുട്ടി ഉണ്ടാവുമെന്നോ ഒന്നും അറിയില്ല. അപ്പം ഞാൻ അമ്പലത്തിൽ നിന്ന് സപ്താഹം കേൾക്കാറുള്ളത് എൻ്റെ 7-ാം ക്ലാസ് മുതലായിരുന്നു. അപ്പോൾ സപ്താഹത്തിൽ 2 സ്ഥലത്ത് മിത്രവിന്ദ എന്ന് എടുത്ത് പറയാറുണ്ട് ആചാര്യൻ പറയുമ്പോൾ. ഒന്ന്, അക്രൂരൻ വന്ന് ഗുരുവായൂരപ്പനെ, നമ്മുടെ ഉണ്ണികൃഷ്ണനെ മധുരയിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ തലേ ദിവസം, അന്ന് രാത്രിയിൽ ഭഗവാൻ എല്ലാ ദിവസത്തെയും പോലെ ഗോപികമാരെ കാണാൻ പോവുകയുണ്ടായില്ല അത്രേ. അപ്പോൾ ഓരോ ഗോപികയും വിചാരിച്ചു, ഇന്ന് എന്താ എൻ്റെ കൃഷ്ണൻ എൻ്റെ അടുത്തേക്ക് വരാത്ത? എനിക്കറിയാം, ചിലപ്പോൾ ആ ചന്ദ്രയുടെ വീട്ടിൽ പോയതായിരിക്കും, അതല്ലെങ്കിൽ ചന്ദ്രഭാഗ്യയുടെ വീട്ടിലായിരിക്കോ, ഇനി മിത്രവിന്ദയുടെ വീട്ടിലേക്കായിരിക്കോ പോയിട്ടുണ്ടാവുക എന്ന് ഓരോരുത്തരും ചിന്തിച്ചതായിട്ട് അതിലൊരു നാരായണീയത്തിലെ ഒരു ശ്ലോകമുണ്ട്. അപ്പോൾ അവിടെ മിത്രവിന്ദ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുചേലവൃത്തം കഥ പറയുന്ന സമയത്ത് കുചേലനെ കണ്ട സമയത്ത്, സുധാമാവിനെ കണ്ട സമയത്ത് ഗുരുവായൂരപ്പന് ഓടിച്ചെന്ന് സുധാമാവിനെ എടുത്തിട്ട്, അത്ര നേരം അദ്ദേഹം രുക്മിണിയുടെ അടുത്താണ് ഉണ്ടായിരുന്നതെങ്കിലും സുധാമാവിനെയും കൊണ്ട് അദ്ദേഹം പോയത് മിത്രവിന്ദയുടെ ഗൃഹത്തിലേക്കാണെന്ന് പറയാറുണ്ട്. അതിന് 2 കാരണങ്ങളുണ്ടെന്നും പറയാറുണ്ട്. ഒന്ന്, അവന്തിക്കാരിയാണ് ഈ വന്ന അദ്ദേഹവും അവന്തിക്കാരിയാണ് മിത്രവിന്ദ, അവന്തിക്കാരനാണ് വന്നിരിക്കുന്നത്. സോ ഒരേ നാട്ടുകാരല്ലേ വന്നത് എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. അതും അല്ലെങ്കിൽ താഴെ ദൂരത്ത് സുധാമാവിനെ കണ്ട സമയത്ത് എഴുന്നേറ്റ് രുക്മിണിയൊക്കെ ഇങ്ങനെ തട്ടി മാറ്റിയിട്ട് ഓടി ചെന്നിട്ടാണ് സുധാമാവിനെ എടുത്തത്. അപ്പം ഇനി തട്ടി മാറ്റിയതിൽ എന്തെങ്കിലും പരിഭവം ഉണ്ടായിരിക്കുമോ രുക്മിണിയെ, ഞാൻ ഈ കൊണ്ടു ചെല്ലുന്ന ആളെ വേണ്ട വിധം ആദരിക്കില്ലേ എന്നൊരു സംശയം കൊണ്ടാണോ എന്നറിയില്ല എന്നൊക്കെ ആചാര്യൻ രസകരമായ കഥ പറയാറുണ്ട്. അപ്പോൾ അവിടെയും ഞാൻ മിത്രവിന്ദ എന്ന പേര് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു പെൺകുട്ടി ഉണ്ടാവുകയാണെങ്കിൽ അവൾക്ക് മിത്രവിന്ദ എന്ന് പേര് വെക്കണമെന്നും, ഭഗവാന്റെ 5ാമത്തെ പത്നിയുടെ പേരാണ് മിത്രവിന്ദ എന്നും, ഭഗവാനിൽ അനുരക്തയായിരുന്ന അല്ലെങ്കിൽ അനുരാഗം തോന്നിയിരുന്ന ഭഗവാന്റെ കസിൻ ആയിരുന്നു മിത്രവിന്ദ. അപ്പോൾ വിന്ദൻ്റെയും അനുവിന്ദൻ്റെയും പെങ്ങളായിരുന്നു മിത്രവിന്ദ എന്നും, വിന്ദാനുവിന്ദന്മാർക്ക് ഇഷ്ടമില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ ഭഗവാൻ രാജകീയമായ രീതിയിൽ തട്ടിക്കൊണ്ടുവന്ന് വിവാഹം കഴിച്ചതാണ് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പേരിനോട് എനിക്ക് വല്ലാത്തൊരു ഇഷ്ടം തോന്നിയിട്ടുണ്ടായിരുന്നു അന്നേ. അങ്ങനെയാണ് എനിക്ക് മിത്രവിന്ദ ഉണ്ടായത്. ആര്യനന്ദ പിന്നെ പ്രാസം ഒപ്പിച്ച് ഇട്ടതാണോ ചോദിച്ചാൽ ഒരുപക്ഷെ ആയിരിക്കാം. ആര്യനന്ദ എന്നുള്ള പേര് ഏട്ടൻ്റെ സെലക്ഷനാണ്. ആര്യ എന്നുള്ള പേര് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടൻ. അപ്പോൾ ആര്യയുടെ കൂടെ ആര്യനന്ദ എന്നാക്കിയതാണ് മിത്രവിന്ദയുടെ അനിയത്തി. 3ാമത്തെ ആള് കൃഷ്ണമീര എന്നിട്ടതും ഞാൻ തന്നെയാണ് കേട്ടോ. മിത്രവിന്ദയും ആര്യനന്ദയും മാത്രമേ മനസ്സിലുണ്ടായിരുന്ന പേരുള്ളൂ. 3ാമതൊരു കുഞ്ഞിനെ കുറിച്ച് ആലോചിച്ചില്ല. ആദ്യം കുഞ്ഞുണ്ടായ സമയത്ത് അത് പെൺകുട്ടി ആവുമ്പോൾ അതിന് പേരെന്താ വേണ്ടതെന്ന് ഒന്നും വെക്കേണ്ടത് ഒന്നും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. അവളെ കയ്യിൽ കിട്ടിയതിന് ശേഷമാണ് ആ ഒരു പേര് കൃഷ്ണമീര എന്ന്, കൃഷ്ണൻ്റെ മീരയായി വളരണേ എന്ന്. ഞാൻ ഇവരെയൊക്കെ നമ്മുടെ അതിലേക്ക് എന്താ പറയുക, ഭഗവാന് സമർപ്പിക്കുന്ന ആ ഒരു ചടങ്ങുണ്ടല്ലോ, അടിമകിടത്തുക എന്ന് പറയുന്ന ചടങ്ങ്, അതിലൊക്കെ ഞാൻ പറഞ്ഞത് ഇങ്ങനെ തന്നെയാണ്. ഭഗവാന്റെ മിത്രവിന്ദയെ പോലെ നോക്കണേ, ഭഗവാന്റെ ആര്യനന്ദയെ ഭഗവാൻ സ്വീകരിക്കണേ, അതേപോലെ തന്നെ ഭഗവാന്റെ മീരയെ പോലെ നോക്കണേ എന്ന് പറഞ്ഞിട്ടാണ് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഭഗവാൻ നോക്കും എന്നുള്ള വിശ്വാസം എന്തായാലും എനിക്കുണ്ട്.
അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശദീകരണങ്ങളെല്ലാം അത്രയേ ഉള്ളൂ. ഇന്ന് കുറേ നേരമായോ, എത്ര നേരമായി എന്നൊന്നും അറിയില്ല. ഞാൻ തന്നെ ഷൂട്ട് ചെയ്യുന്നതാണ്. മുന്നോട്ടും നല്ല തിരക്കിലാണ്. അപ്പോൾ ടൈമൊന്നും എനിക്കറിയില്ല. ഇത്രയും ആണ് ഇന്ന്. നാളെ കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് വരാമെന്ന് വിചാരിക്കുന്നു. സർവരോഗവിനാശന, സർവപാപവിനാശന, സർവദുഃഖവിനാശന, സർവസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ.